വീണ്ടും ഒരു വസന്തം കൂടി. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. ഭാഗം 6. രാവിലെ സത്യ റേസിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. നന്ദു വീട്ടിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷത്തിലും. മാധവന് രവിയും കൂടി തലേ ദിവസം അവൾക്കായി കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊണ്ടു കൊടുത്തു. ലതയെയും സുമയെയും അത് ഏൽപ്പിച്ചു. രാത്രി നന്ദു വീട്ടിലേക്ക് വിളിച്ച് അച്ഛനോടും അമ്മയോടും സംസാരിച്ചു. അമ്മേ, നാളെ വൈകുന്നേരമാകുമ്പോൾ ഞാൻ അങ്ങ് എത്തും. ഡോക്ടർ രാവിലെ വരും. മുത്തശ്ശൻ ഓക്കെയാണ്. ഡോക്ടർ വന്നു പോയതിന് ശേഷം എനിക്ക് ഇറങ്ങാം. ബസ് സ്റ്റോപ്പിൽ രമേശ് ചേട്ടനോട് വന്ന് നിൽക്കാൻ പറയണേ. അമ്മേ, ഇവിടെ എല്ലാവരും എനിക്ക് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങി തന്നു. മാധവൻ സാറും രവി സാറും ഒരുപാട് ഡ്രസ്സ് എടുത്തു തന്നു. എന്തായാലും ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. എല്ലാം ഞാൻ വന്നിട്ട് പറയാം. എന്നാൽ ഞാൻ ഫോൺ വയ്ക്കട്ടെ, മുത്തശ്ശൻ തിരക്കുന്നുണ്ടാകും. രാവിലെ മാർത്താണ്ഡൻ ഡോക്ടർ വരും മുന്നേ തന്നെ സത്യ റേസിന് തയ്യാറായി ഇറങ്ങി. അച്ഛനോടും അമ്മയോടും മുത്തശ്ശനോടും ചെറിയച്ഛനോടും എല്ലാവരോടും യാത്ര പറഞ്ഞു. ഡോക്ടർ എത്തി. മുത്തശ്ശനെ പരിശോധിക്കുന്ന സമയം മറ്റെല്ലാ പേരും റൂമിന് പുറത്തേക്ക് ഇറങ്ങി. നന്ദുവും ഡോക്ടറും മുത്തശ്ശനും മാത്രമായി. താൻ ഇത്രയും പെട്ടെന്ന് റിക്കവറി ആകുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയില്ല. അത്രമാത്രം തൻ്റെ കണ്ടീഷൻ ഓക്കെ അല്ലായിരുന്നു. പക്ഷേ തൻ്റെ ഒപ്പം ശ്രീനന്ദയെ വിടുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു താൻ പെട്ടെന്ന് റിക്കവറി ആകുമെന്ന്. കാരണം തന്നെ അവൾ സ്വന്തം മുത്തശ്ശനെ പോലെ കരുതിയാണ് ശുശ്രൂഷിച്ചത്. അതുകൊണ്ടാണ് തനിക്ക് ഇത്രയും നല്ലൊരു റിക്കവറി ഉണ്ടായത്. എന്തായാലും ശ്രീനന്ദയ്ക്ക് ഇന്ന് വീട്ടിലേക്ക് പോകാം. അവളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഏകദേശം വൈകുന്നേരത്തോടെ അവൾ ബാഗ് പാക്ക് ചെയ്തിറങ്ങി. യാത്ര പറയാൻ മുത്തശ്ശൻ്റെ മുന്നിലെത്തുമ്പോൾ സുമയും ലതയും അവൾക്കൊപ്പം ചെന്നു. മോൾ ഇറങ്ങിയല്ലേ? അവളുടെ കൈ തൻ്റെ കൈക്കുള്ളിലാക്കി മുത്തശ്ശൻ. അവൾ പുഞ്ചിരിയോടെ നിന്നു. മുത്തശ്ശൻ സന്തോഷത്തോടെ ഒരു ജ്വൽ ബോക്സ് അവൾക്ക് നീട്ടി. ബോക്സ് തുറന്നു നോക്കി അവളുടെ കണ്ണു വിടർന്നു. തൽക്ഷണം തന്നെ നീർത്തുള്ളികൾ ഉരുണ്ടുകൂടി. ഇത് മുത്തശ്ശ, എനിക്ക് വേണ്ടിയാണോ? വാക്കുകൾ തപ്പിപ്പെറുക്കി അവൾ അത്രയും പറഞ്ഞു. നിനക്ക് വേണ്ടി തന്നെയാണ് വാങ്ങിയത്. നിനക്ക് എന്ത് തന്നാലും മുത്തശ്ശന് മതിയാകില്ല. ആദ്യമായാണ് അച്ഛനും അമ്മയും അല്ലാതെ ഒരാൾ തനിക്ക് വിലപിടിപ്പുള്ള ഒരു സമ്മാനം തരുന്നത്. മോൾ ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞാൽ മുത്തശ്ശന് വല്ലാത്ത സങ്കടമാണ്. പക്ഷേ നിനക്ക് നിൻ്റെ വീട്ടിൽ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. രവിയും മാധവനും കൂടി അവളെ വീട്ടിൽ കൊണ്ടുപോയി വിടണം. വേണ്ട മുത്തശ്ശ, അതൊന്നും വേണ്ട. ഞാൻ ബസ്സിന് പൊയ്ക്കൊള്ളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. മോളെ അവർ തന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടും. എല്ലാവരോടും യാത്ര പറഞ്ഞ് നന്ദു ഈശ്വരമംഗലത്തിൻ്റെ ഗേറ്റ് കടന്നു. അവൾ പൊയ്ക്കഴിഞ്ഞപ്പോൾ ശരിക്കും മുത്തശ്ശന് ഏകാന്തത അനുഭവപ്പെട്ടു. മാളു വീട്ടിലുണ്ടായിരിക്കുമ്പോൾ മുത്തശ്ശൻ്റെ കാര്യങ്ങൾ എത്രയാണോ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത്, അതിനേക്കാൾ ഒരുപടി മേലെയായിരുന്നു നന്ദു നോക്കുമ്പോൾ. സത്യയുടെ പ്രസവത്തോടെ സുമയുടെ യൂട്രസ് എടുത്തു മാറ്റി. സുമ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ വയറ്റിൽ സത്യയ്ക്കൊപ്പം ചെറിയൊരു മുഴയും കൂടി വളരുന്നുണ്ടായിരുന്നു. സുമയ്ക്ക് സിസേറിയനായിരുന്നു. അതോടൊപ്പം തന്നെ ആ മുഴയും നീക്കം ചെയ്തു. രവിക്കും ലതയ്ക്കും സാരംഗും സാക്ഷിയും. സാക്ഷിയുടെ വീട്ടിലെ ചെല്ലപ്പേരാണ് മാളു. ഒരു മകളില്ലാത്തതിൻ്റെ ദുഃഖം എല്ലാവരും മറക്കുന്നത് മാളുവിനെ കാണുമ്പോഴാണ്. പക്ഷേ പഠനവുമായി ബന്ധപ്പെട്ട അവൾ ഹോസ്റ്റലിലായത് കാരണം വീടാകെ മൂകമാണ്. ഉച്ചയ്ക്ക് TV ചാനലുകൾ മുഴുവൻ കൊച്ചിയിൽ നടക്കാൻ പോകുന്ന റേസിനെ കുറിച്ചുള്ള ന്യൂസുകളായിരുന്നു. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വ്യക്തിത്വം പതിപ്പിച്ച പലരും പരിപാടിയിൽ അതിഥികളായി ക്ഷണിക്കപ്പെട്ടിരുന്നു. ആ റേസിന് സത്യ പോയില്ലെങ്കിൽ അതൊരു നഷ്ടമായി തീരുമെന്ന് സാരംഗിന് പോലും തോന്നിപ്പോയി. 3 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിരുന്ന റേസ് തുടങ്ങുമ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞു. ആളുകൾ പാസ്സെടുത്താണ് പരിപാടി കാണാൻ എത്തിയത്. ഗാലറി മുഴുവൻ ആർപ്പുവിളികളും ആഘോഷങ്ങളും കൊണ്ട് നിറഞ്ഞു. മാർ ഗ്രിഗോറിയസ് കോളേജിൻ്റെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായിരുന്ന നീലിമയും കൂട്ടുകാരി പ്രിയയും വാണിയും ആസിഫും ഗാലറിയിൽ ഇരിപ്പുണ്ട്. അവരുടെയൊക്കെ അഭിമാനമായ സത്യപ്രകാശിൻ്റെ റേസ് കാണാൻ. ലൈവ് പ്രോഗ്രാം ആയിരുന്നത് കൊണ്ട് തന്നെ വീട്ടിലും എല്ലാവരും ഉത്സാഹത്തോടെ കാണുകയാണ്. മാധവനും രവിയും മാളുവും ഒഴിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർ ബാലനും മുത്തശ്ശനും സുമയും ലതയും അടുക്കളയിൽ സഹായിക്കാൻ നിൽക്കുന്ന രാഗിണി ചേച്ചി വരെയുണ്ട്. റേസിനായുള്ള അവസാനത്തെ ഗൺഷൂട്ടും കഴിഞ്ഞപ്പോൾ ബ്ലൂ ജേഴ്സി അണിഞ്ഞ് ബ്ലൂ കാറിൽ ചീറിപ്പായുന്ന 7-ാം നമ്പർ കാറിലേക്കായി എല്ലാവരുടെയും ശ്രദ്ധ. അടുത്ത വളവ് കാണുന്ന 3ാമത്തെ വീടാണ് എൻ്റേത്. ആ ചാമ്പയ്ക്ക കാണുന്നില്ലേ, അത്. അവളുടെ വർത്തമാനം കേട്ട് 2 പേരും പരസ്പരം നോക്കി ചിരിച്ചു. ഓടിട്ട വീട്ടിന് മുന്നിൽ കാർ വന്ന് നിന്നു. ഉത്സാഹത്തോടു കൂടി നന്ദു കാറിൽ നിന്നും ചാടി ഇറങ്ങി. മാധവനെയും രവിയെയും അവൾ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ വിശാലമായ മുറ്റം. ചാമ്പമരവും അയണിമരവും കണിക്കൊന്നയും മാവും അങ്ങനെ ഒരുവിധം വൃക്ഷങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മുറ്റം. അതിൻ്റെ ഒത്ത നടുക്കായാണ് വീട്. അമ്മയെ, അച്ഛാ, പുറത്തുനിന്ന് കൂക്കി വിളിച്ചുകൊണ്ടാണ് നന്ദു അകത്തേക്ക് കയറിയത്. അവളുടെ വിളി കേട്ട ഉടനെ തന്നെ അകത്തു നിന്ന് രാഘവനും സുഭദ്രയും ശിവനും പുറത്തേക്കിറങ്ങി. വീട്ടിൽ വന്ന അതിഥികളെ നോക്കി പുഞ്ചിരിച്ചു. ഇവളിന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒറ്റയ്ക്കായിരിക്കുമെന്നാണ് കരുതിയത്. സാറന്മാർ ഇരിക്കെ. രാഘവൻ വരാന്തയിലെ കസേരയിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു.
റെഡ് ഓക്സൈഡ് തേച്ച് മിനുക്കിയ തറ, അത്യാവശ്യം നല്ലൊരു വീട്. ഇതാണ് മുത്തശ്ശൻ്റെ മക്കൾ. ഞാൻ ഇവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. സുഭദ്ര അടുക്കളയിലേക്ക് പോകാൻ തുനിഞ്ഞതും, വേണ്ട, ഞങ്ങൾ ഇറങ്ങുകയാണ്. മോളെ ഇതുവരെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. പോയിട്ട് അത്യാവശ്യ കാര്യങ്ങളുണ്ട്. ഇനി ഒരിക്കൽ വരുമ്പോൾ വിശദമായി തന്നെ ആവാം. ഇറങ്ങാൻ നേരം മാധവൻ പോക്കറ്റിൽ നിന്നും ഒരു ചെക്ക് പുറത്തേക്ക് എടുത്തു. അത് നിർബന്ധപൂർവ്വം രാഘവൻ്റെ കൈകളിൽ വച്ചു കൊടുത്തു. ഞങ്ങളുടെ അച്ഛനെ നോക്കിയതിന് നിങ്ങളുടെ മകൾക്ക് എന്തു കൊടുത്താലും മതിയാകില്ല. ഇത് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. ദയവ് ചെയ്ത് വേണ്ടെന്ന് പറയരുത്. രാഘവൻ ദയനീയമായി നന്ദുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ വേഗം വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ തന്നെ സമ്മാനങ്ങൾ തന്ന് വളരെ കൂടുതലാണ്. അതിൻ്റെ കൂടെ ഈ ചെക്ക് കൂടി വേണ്ട. ഇതും കൂടി തന്ന് എന്നെ വെറുമൊരു ജോലിക്കാരിയാക്കി മാറ്റരുത്. അത് കേട്ടപ്പോൾ അവളുടെ കയ്യിൽ നിന്നും ആ ചെക്ക് മാധവൻ തിരികെ വാങ്ങി. എന്താവശ്യമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും മോൾക്ക് ഞങ്ങളോട് ചോദിക്കാം. അതിനൊരു മടിയും വിചാരിക്കരുത്. എങ്കിൽ പിന്നെ ഇനിയും നിന്ന് സമയം വൈകിക്കുന്നില്ല. ബ്ലൂ കാർ മറ്റു കാറുകളെ പിന്നിലാക്കി ചീറിപ്പായുകയാണ്. ആവേശത്തിൽ ഗാലറിയിലിരിക്കുമ്പോൾ ആർത്തുല്ലസിച്ചു. പെൺകുട്ടികൾ സത്യയുടെ പേര് പറഞ്ഞ് ഉറക്കി ശബ്ദമുണ്ടാക്കുന്നു. നീലു, നീ മാത്രമല്ല സത്യയുടെ ആദരാധിക. ഈ ഗാലറിയിലിരിക്കുന്ന മുഴുവൻ പെൺപിള്ളേർക്കും അവൻ്റെ ഫാൻസാണ്. നീലു അവളെ തുറച്ചു നോക്കി. അവളുടെ കണ്ണുകളിൽ അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് കലർന്നു. നീലു ആഗ്രഹിച്ചതൊന്നും മറ്റാർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അതിവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും. എത്ര ഫാൻസ് പിന്നാലെ നടന്നാലും സത്യപ്രകാശ് നീലിമ കുറിപ്പിനുള്ളതാണ്. അതങ്ങനെ തന്നെ നടക്കും. പ്രിയ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു. എത്ര വലിയ സുഹൃത്താണെന്ന് പറഞ്ഞാലും സത്യയുടെ കാര്യം വരുമ്പോൾ അവൾ ആകെ മാറും. ആവേശപൂർണമായ റേസായിരുന്നു. ലാസ്റ്റ് ലാപ്പിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ കഴിഞ്ഞില്ല. സത്യയുടെ റേസിംഗ് കാർ 2 കരണം മറിഞ്ഞ് ചെന്ന് വീണത് കണ്ട് കാണികൾ ശ്വാസമടക്കിയിരുന്നു. ഗാലറിയിൽ നിന്ന് നിലവിളി ഒച്ചകൾ ഉയർന്നു. മെഡിക്കൽ സംഘം അടുത്തെത്തുമ്പോഴേക്കും കാർ ഏകദേശം പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയാൻ കഴിഞ്ഞില്ല. കൂട്ടക്കരച്ചിലും നിലവിളിയും കേട്ടാണ് മാധവനെ രവിയും വീട്ടിലെത്തിയത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആലോചിച്ച് അകത്തേക്ക് കയറി വരികയാണ് രണ്ടുപേരും. മാധവേട്ട, നമ്മുടെ മോൻ, അവൻ ആക്സിഡൻറ്റ്. എന്താണെന്നറിയില്ല, തീയും പുകയും. ഞെട്ടിക്കൊണ്ട് TV സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ സ്ക്രോൾ ന്യൂസ് എഴുതി കാണിച്ചു. പ്രശസ്ത ബിസിനസ്മാനും ഈശ്വരമംഗലം ഗ്രൂപ്പിൻ്റെ MDയുമായ സത്യപ്രകാശിന് ആക്സിഡൻറ്റ്. ഇന്ന് കൊച്ചിയിൽ വെച്ച് നടന്ന റേസിംഗ് കോമ്പറ്റീഷനാണ്. റേസിംഗ് ചാമ്പ്യൻ കൂടിയായ താരത്തിന് പ്രതീക്ഷിക്കാത്ത അപകടം സംഭവിച്ചത്. ഭാരവാഹികൾ ചേർന്ന് സത്യപ്രകാശിനെ അടുത്തുള്ള മദർ ഹോസ്പിറ്റലിൽ എത്തിപ്പിച്ചു. നീ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കാതെ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാം. അച്ഛനിതൊന്നും അറിഞ്ഞിട്ടില്ല മാധവേട്ട. എന്ത് ചെയ്യും? വൈകുന്നേരത്തെ മെഡിസിൻ കഴിഞ്ഞ് കിടക്കുകയാണ്. തൽക്കാലം കേബിൾ കണക്ഷൻ ഊരിയിട്ടേക്കാം. അച്ഛനോട് ഇതിനെക്കുറിച്ച് തൽക്കാലം ഇപ്പോഴും ഒന്നും പറയണ്ട. പിന്നീട് നമുക്ക് പറയാം. എല്ലാവരും കാറിൽ കയറി ഹോസ്പിറ്റലിലെത്തുമ്പോൾ അവിടെ ജനസാഗരമായിരുന്നു. ആളുകളെ വകഞ്ഞു മാറ്റി മാധവനും രവിയും സുമയും ലതയും ചേർന്ന് അകത്തേക്ക് പോയി. സാരംഗും കുറച്ചാൾക്കാരും ഷർട്ടിലും ദേഹത്തും ചോര പുരണ്ട് നിൽപ്പുണ്ട്. സുമ ചെന്ന പാടെ സാരംഗിൻ്റെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എൻ്റെ മോന്, അവൻ എന്ത് പറ്റിയതാ? എനിക്കവനെ കാണണം. വേഷമൊക്കെ മാറി ഫ്രഷായി അമ്മ കയ്യിൽ കൊടുത്ത കട്ടൻ കാപ്പിയുമായി TVയുടെ മുന്നിൽ വന്നിരുന്നു. ചക്ക വറുത്തതും ഒരു പ്ലേറ്റിലാക്കി കുറച്ചുകൊണ്ട് റിമോട്ടും കയ്യിലെടുത്ത് ചാനൽ മാറ്റുന്നതിനിടയിലാണ് ശ്രീനന്ദയുടെ കണ്ണിൽ ആ വാർത്ത ഉടക്കിയത്. കയ്യിലിരുന്ന ഗ്ലാസ് അറിയാതെ നിലത്ത് വീണ് പൊട്ടിച്ചിതറി. TV സ്ക്രീനിൽ കാണുന്ന സത്യപ്രകാശിൻ്റെ ഫോട്ടോ കണ്ട് അവൾ ചാടി എഴുന്നേറ്റു. ചാനലുകാർ ആക്സിഡൻറ്റിൻ്റെ വീഡിയോ തുടരെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. രാവിലെ ഡോക്ടർ വരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോകുന്നത് പോലും ഒരു നോക്ക് കണ്ടതാണ് ആ മുഖം. മദർ ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി സർജറിക്ക് വേണ്ടി സത്യയെ ആംബുലൻസിൽ കയറ്റി ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് ചീറിപ്പാഞ്ഞു. ആംബുലൻസിൻ്റെ പിന്നാലെ കരഞ്ഞു തകർന്നു പോകുന്ന ആൾക്കാരെ കണ്ടപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. 2 തുള്ളി കണ്ണുനീര് കവിളിനെ ചുംബിച്ച് താഴേക്ക് വീണു. ആംബുലൻസ് ഹോസ്പിറ്റലിലെത്തുമ്പോൾ ഡോക്ടേഴ്സും ടീമും അവരെ കാത്തവിടെ നിൽപ്പുണ്ടായിരുന്നു. ആംബുലൻസിൽ നിന്നും സത്യയുടെ രക്തത്തിൽ കുളിച്ച ശരീരം പുറത്തേക്കെടുത്തു. മാംസവും ചോരയും കലർന്ന ഗന്ധം അവിടമാകെ പരന്നു. തിങ്ങിക്കൂടിയ ആൾക്കാരെ നിയന്ത്രിക്കാൻ സെക്യൂരിറ്റീസ് പാടുപെട്ടു. സത്യയെയും കൊണ്ട് ട്രോളി ഹോസ്പിറ്റലിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചു. ശരീരത്തിൽ നിന്നും ഡ്രസ്സ് കട്ട് ചെയ്ത് മാറ്റി അവനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. രവിയും മാധവനും ലതയും സുമയും സാരംഗും ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. അവരെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ മറ്റുള്ളവരും. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ ICUവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. മാർത്താണ്ഡൻ ഡോക്ടർ മാധവനെ ചേർത്ത് പിടിച്ച് ക്യാബിനിലേക്ക് പോയി. സാരംഗൻ രവിയും പിന്നാലെ സുമയെയും ലതയും പുറത്തിരുത്തി. ഡോക്ടർ, എൻ്റെ മോൻ, അവൻ എങ്ങനെയുണ്ട്? വിങ്ങിപ്പൊട്ടി മാധവൻ ചോദിച്ചു. ഡോക്ടർ അല്പനേരം മിണ്ടാതെയിരുന്നു. പറയാൻ വിഷമമുണ്ട് മാധവ, പക്ഷേ ആസ് എ ഡോക്ടർ സത്യയുടെ നില ക്രിട്ടിക്കലാണ്. ഒന്നും പറയാൻ കഴിയില്ല. ഹെൽമറ്റ് തകർന്ന നിലയിലായിരുന്നു.
തലക്കേറ്റ കാര്യമായ ക്ഷതത്തിൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ കഴിയൂ. ശരീരത്തിൽ കാര്യമായ പൊള്ളലേറ്റിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. തകർന്ന നിലയിലാണ് സാരംഗൻ, രവിയും മാധവനും റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത്. ലതയും സുമയും ആകെ തകർന്ന അവസ്ഥയിലാണ്. സുമ ബോധമറ്റ നിലത്തേക്ക് വീണു. മകൻ്റെ അവസ്ഥ ഏറെ നേരം കണ്ടു നിൽക്കാൻ ആ മാതൃഹൃദയത്തിന് കഴിഞ്ഞില്ല. അടുത്തുണ്ടായിരുന്ന നഴ്സും ഡോക്ടറും കൂടി വന്ന് അവരെ പരിശോധിച്ചു. BP ലോയായത് കാരണം ഇഞ്ചക്ഷൻ നൽകുകയും റൂമിലേക്ക് കിടത്തുകയും ചെയ്തു. തുടരും.